ഡോക്ടർ അബ്ദുൽ സലാം ഒരു മുൻ വൈസ് ചാൻസലർ എന്ന നിലയിൽ കുറേ കൂടി ആഴത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ആധികാരികമായി താങ്കൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. സർവകലാശാല ചട്ടങ്ങളൊന്നും അറിയാത്ത ഒരാളല്ല ഈ ഡോക്ടർ KS അനിൽകുമാർ അല്ലേ? ഈ കുട്ടിക്കുരങ്ങന്മാർ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന SFIക്കാരെയാണ്, അവർ ഇദ്ദേഹത്തെ കൊണ്ട് ചുടുചോറ് വാരിക്കുകയല്ലേ? അത് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധി പോലും ഇദ്ദേഹത്തിന് ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ നാടകങ്ങളെല്ലാം കണ്ടുകൊണ്ട് വീട്ടിലിരുന്നിട്ട് ഈ TV നോക്കിക്കൊണ്ടിരുന്നിട്ട് ചിരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാര്യം ഇതുപോലെയുള്ള അനുഭവം 4 കൊല്ലം ഒരുപാട് അനുഭവിച്ച ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, ആദ്യം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞു നമ്പർ 1 ആണ് കേരള എന്ന് പറയുന്ന ആ സ്ലോഗൻ അത് വന്നു. പെട്ടെന്ന് ഞാൻ ഓടിയെത്തിയത് കേരള യൂണിവേഴ്സിറ്റി, ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിക്ക് 150 കോളേജസ്, അഫിലിയേറ്റഡ് കോളേജസ്. അതിൽ കൂടെ 150 കോളേജിലും കൂടെ ഏതാണ്ട് 1,30,000 സ്റ്റുഡൻസ്. പിന്നെ ഈ അധ്യാപകർ, മെയിൻ ക്യാമ്പസിൽ 250 അധ്യാപകർ, പിന്നെ അഫിലിയേറ്റഡ് കോളേജ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 5,000 അധ്യാപകർ. ഈ ഒരു കമ്മ്യൂണിറ്റി കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള യൂണിവേഴ്സിറ്റി ഈ ലെവലിൽ അധപ്പതിച്ചപ്പോൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അനാർക്കിയായി മാറിയപ്പോൾ, ഒരു ഗവേണൻസ് പാരാലിസിസ് സംഭവിച്ചപ്പോൾ, ഒരു കയോസ് മാത്രമായി മാറുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ഈ 1,30,000 കുട്ടികൾ, ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾ, ഇവരെപ്പറ്റി ചിന്തിക്കാൻ ആരുമില്ലല്ലോ എന്നൊരു തോന്നലാണ്. ആരൊക്കെയാണ് ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞ ആദ്യം നമ്പർ 1 സ്റ്റേക്ക് ഹോൾഡർ സ്റ്റുഡൻ്റാണ്. അവൻ്റെ നിന്ന് ഫീസ് വാങ്ങി അവന് വേണ്ടിയാണ് ഈ സ്ഥാപനം. അല്ലാതെ ഇവിടെ പല പൊസിഷനിലിരിക്കുന്ന വൈസ് ചാൻസലർ, പ്രോ ചാൻസലറുള്ള ആ ലൈനിലോ സിൻഡിക്കേറ്റ് മെമ്പേഴ്സോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും വേണ്ടിയല്ല. കേരള യൂണിവേഴ്സിറ്റി ഈസ് കമ്മിറ്റഡ് ടു 1.3 lakh സ്റ്റുഡൻസ്. അവരോടുള്ള ബോധം ഇവർ കംപ്ലീറ്റ് മറന്നുപോയി. ഇവരുടെ എക്സാമിനേഷൻസ്, സർട്ടിഫിക്കറ്റ് സമയത്ത് കൊടുക്കുക, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അവരെ ഹാപ്പി ആക്കുക എന്നുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി വിട്ടിട്ട് ഇവരെന്തായി ചെയ്തു കൂട്ടുന്നത്, എന്തിനു വേണ്ടി ചെയ്തു കൂട്ടുന്നു? അതാണ് എനിക്ക് തോന്നിയത് നമ്പർ 1. നമ്പർ 2, ആ സ്റ്റോറിയുടെ ബിഗിനിങ്, ഭാരതാംബയുടെ ചിത്രം, അതിനൊരു മതത്തിൻ്റെ ചിഹ്നം, ഉടനെ നമ്പർ 1 പേഴ്സൺ ഓഫ് ദ സ്റ്റേറ്റ്, ഗവർണർ വരുമ്പോൾ ഗവർണറുടെ വളരെ ധിക്കാരപരമായി പെരുമാറുന്ന ഒരു രജിസ്ട്രാർ, അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന പെരുമാറ്റം, അതിനോടനുബന്ധിച്ചുള്ള സീരീസ് ഓഫ് കയോസ്, അത് കഴിഞ്ഞൊരു എൻക്വയറി, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് സസ്പെൻഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോയിട്ട് അടുത്ത ദിവസം സഡനായിട്ട് സിൻഡിക്കേറ്റ് വിളിക്കുന്നു. സിൻഡിക്കേറ്റ് അതിനെ വൈസ് ചാൻസലർ പോയി കഴിഞ്ഞപ്പോൾ സിൻഡിക്കേറ്റ് അവർ തന്നെ ഒരു സിൻഡിക്കേറ്റ് ഫോം ചെയ്തിട്ടൊരു തീരുമാനമെടുക്കുന്നു. അടുത്ത ദിവസം ഇദ്ദേഹം പറയാൻ പറ്റില്ല, ഇടത് അംഗങ്ങൾ മാത്രമുള്ള സിൻഡിക്കേറ്റ്. ഈ അവസരത്തിൽ എനിക്ക് തോന്നിയത് ഈ കോടതി എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. തലേ ദിവസം കേസ് കൊടുത്ത ആൾ രാവിലെ പറയുന്നു എനിക്ക് കേസില്ല, തീർന്ന് അവിടെ പ്രശ്നമേ തീർന്നു. അദ്ദേഹത്തിന് കേസില്ല, പിന്നെ അവരെന്ത് വിധിയാണ്? അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു തന്നതാ, നിങ്ങൾ സസ്പെൻഷൻ വിഡ്രോ ചെയ്തു, നിങ്ങൾ പോയി ചാർജ് എടുത്തു. എന്തുമാത്രം സത്യത്തിൽ നിന്ന് അകലെ നിന്നുള്ള ഫാക്ട്സാണ്. നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തവും കൺഫ്യൂഷൻ ഉണ്ടാക്കിയും അടുത്ത ദിവസം ഉടനെ വീണ്ടും ചോദ്യം, വേറെ ഒരാൾക്ക് ഒരു ക്യാപ്റ്റൻ, ഒരു ഐ ഫർഗോട്ട് ദ നെയിം ഓഫ് ദാറ്റ് രജിസ്ട്രാർക്ക് ചാർജ് കൊടുത്തു എന്ന് പറയണു. ഉടനെ എന്നോട് അടുത്ത ചോദ്യം, സാറേ എത്ര രജിസ്ട്രാറുണ്ട്? അതാണ് ഇപ്പോൾ എൻ്റെ ചോദ്യം. അത് പിന്നെ ചോദ്യം, രജിസ്ട്രാർക്ക് പിന്നെ ഇവരെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് അല്ലേ? ഇതൊക്കെ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്റ്റാണ്, ഫസ്റ്റ് ആക്ട് ഓഫ് ദി സ്റ്റേറ്റ്. അതാണ് പലപ്പോഴും കോപ്പി ചെയ്തിരിക്കുന്നത്. ഈ കോപ്പി ചെയ്തിരിക്കുന്ന ഈ ആക്റ്റിൽ 10.13 എന്നൊരു ക്ലോസ് ഉണ്ട്.
അത് വായിക്കുമ്പോൾ അത് ഒരുപാട് ഞാൻ പ്രയോഗിച്ചിട്ടുള്ളതാണ്. അത് വായിക്കുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, അന്ന് ഈ ആക്ട് ഉണ്ടാക്കിയ ആൾക്കാർ ബ്രഹ്മാവിൻ്റെ എന്താ പറയുക പവേഴ്സ് എല്ലാം കൂടെ വൈസ് ചാൻസലർ കൊടുത്തിട്ടുണ്ട്. അതാണ് ആ ക്ലാസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. സിൻഡിക്കേറ്റ് ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ട് പോകുന്നതിന് എമർജൻസി ആയ ഏത് കാര്യവും ചെയ്യാൻ വൈസ് ചാൻസലർ ബാധകമാണ്, ചെയ്യാം. എല്ലാ അതോറിറ്റി സിൻഡിക്കേറ്റിൻ്റെയോ സെനറ്റിൻ്റെയോ അക്കാഡമിക് കൗൺസിലിൻ്റെയോ എനി ബോഡിയുടെ പവർ അദ്ദേഹത്തിന് ഉപയോഗിക്കാം, ആക്ട് ചെയ്യാം. ആക്ട് ചെയ്തിട്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്താൽ മതി. സിൻഡിക്കേറ്റ് ആണെങ്കിൽ സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്താൽ മതി. അപ്രൂവൽ പോലും പറയേണ്ട കാര്യമില്ല. വേറെത്തിൽ പറഞ്ഞാൽ വൈസ് ചാൻസലർ, ദ സോ കോൾഡ് CEO ഓഫ് ദ യൂണിവേഴ്സിറ്റി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയാവുന്ന യൂണിവേഴ്സിറ്റി, ബ്രഹ്മാവിൻ്റെ തന്നെ പവർ ഈ പറഞ്ഞ ക്ലാസ് കൊണ്ട് കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ എടുക്കുന്ന തീരുമാനം അറിഞ്ഞ് അന്നേ കൊടുത്തതാണ്. വേണ്ടി വന്നാൽ ഇതൊക്കെ ഉപയോഗിക്കുക. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുന്നത് ഇത് ഒപ്പിടുന്ന വൈസ് ചാൻസലർ തന്നെയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഉപയോഗിക്കാം, യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ലീഗലി സ്ട്രൈക്ക് ഡൗൺ ചെയ്യാത്ത എല്ലാ ലീഗൽ പാരാമീറ്റേഴ്സും ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുക്കാം. അങ്ങനെയുള്ള തീരുമാനം എടുത്താൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അവർക്ക് വേണമെങ്കിൽ കോടതി പോകാം, അല്ലെങ്കിൽ അവർക്ക് ചാൻസലർക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുമാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് പാർട്ട് വൈസ് ചാൻസലർ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലി അതിൽ ആർക്കും കുറ്റം പറയാൻ ഒക്കത്തില്ല. ആക്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പവർ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, അടുത്ത ദിവസം ചോദിക്കുന്നതാണ്, സാർ ആരാണ് ഇപ്പോഴത്തെ രജിസ്ട്രാർ? ആ ചോദ്യം ഞാൻ നോക്കിയായിരുന്നു. അപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിയുടെ ഇന്നത്തെ നിയമം അനുസരിച്ച് ആദ്യം ഇരുന്ന രജിസ്ട്രാറെ ആക്ടിൻ്റെ പ്രവിഷൻ അനുസരിച്ച് സസ്പെൻഡ് ചെയ്താൽ ഈ സസ്പെൻഡഡ് ഈസ് നോ മോർ എ രജിസ്ട്രാർ. കോടതി പോയപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പൊക്കോളൂ, നിങ്ങൾ രജിസ്റ്ററായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ വേണ്ട, യു ഹാവ് നോ കംപ്ലയിൻറ്റ്, ഓക്കെ, ബട്ട് ദ സസ്പെൻഷൻ റിമെയിൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഒരു ഓർഡർ കൊടുത്തു. എന്ത് കൊടുത്തു? ആ കാപ്പൻ എന്ന് പറഞ്ഞ ആ ലേഡിക്ക് രജിസ്ട്രാറായിട്ട് ആക്ട് ചെയ്യാൻ ജോലി കൊടുത്താൽ ദ ലീഗലി വാലിഡ് ഓർഡർ ഈസ് ദാറ്റ്. അപ്പം അവർ തന്നെയാണ് രജിസ്ട്രാർ, ലീഗൽ രജിസ്ട്രാർ. അപ്പോഴാണല്ലോ നമ്മുടെ ആശാന്മാർ സ്ഥിരം, ഞാൻ 4 കൊല്ലം അനുഭവിച്ചതല്ലേ, അവർ നിങ്ങളെ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല, രാപകൽ നിങ്ങളെ കത്തിക്കും. ഞാൻ ഇരുന്ന ഓഫീസ് മുറിയിൽ എന്താ പറയുക, അടുത്തുള്ള കിച്ചണിൽ ഇരുന്ന ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് തള്ളി തുറന്ന് കയറ്റിയിട്ട് കൊളുത്താൻ പോയപ്പോൾ പിറകെ ഒരുത്തും ചവിട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ അന്ന് ഞാൻ കത്തി തന്നെ അവിടെ 11 പ്രാവശ്യം എൻ്റെ മർഡർ അറ്റംപ്റ്റ് നടന്നതാണ് എനിക്ക് എൻ്റെ റെസിഡൻസിൽ. അപ്പോൾ ഇവർ നിങ്ങളെ ചുമ്മാ ഇരുത്തിയൊന്നുമില്ല. ഐ വിൽ യൂസ് ഓൾ ദ ഫോഴ്സ്. അവർ ഭരണം കൂടെ ഉള്ളതുകൊണ്ട്, ഗവൺമെൻറ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട്, അവരുടെ പാർട്ടി വിങ്, യുവ വിങ്, യൂത്ത് വിങ്, സ്റ്റുഡൻറ്റ് വിങ്, വിമൻ വിങ്, സർവ്വ വിങ്ങും കൂടെ കയറി ഇവിടെ അടിച്ചു നിരത്തും. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഹൂ ഈസ് റെസ്പോൺസിബിൾ? ഈ ഫീസ് കൊടുത്ത ഈ കുട്ടികളോട് ഇത് ഇത്രയും നിഷ്കരുണമായിട്ട് പ്രവർത്തിക്കാൻ ആരാണ് റെസ്പോൺസിബിൾ? അപ്പോൾ കുട്ടിയെ മാറ്റി നിർത്തിയാൽ പിന്നെ എൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? നമ്പർ 1 സ്റ്റേക്ക് ഹോൾഡർ അഫ്കോഴ്സ് ടീച്ചേഴ്സൊക്കെ ഉണ്ട്, ഇതിൽ കുറേ ഇന്നസെൻ്റാണ്. നമ്പർ 1 സ്റ്റേക്ക് ഹോൾഡറായിട്ട് ഞാൻ കാണുന്നത്, ഇതിനെ ഇത്ര വഷളാക്കിയത് കാണുന്നത് എൻ്റെ ഒബ്സർവേഷനിൽ ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ് വിചാരിക്കുകയാണെങ്കിൽ വിത്തിൻ നോ ടൈം ഈ പറഞ്ഞ അവരുടെ പാർട്ടിക്കാരാണ്, അവർ എന്നെ എന്താ പറയണത് എൻകറേജ് ചെയ്ത് വിട്ടിട്ട് യു ഡൂ ദിസ് എന്ന് പറയുന്ന ആ പ്രവൃത്തി ചെയ്യുന്നവർ തന്നെയാണ് റെസ്പോൺസിബിൾ. എന്തിനവർ ചെയ്യുന്നു? അവർ ചെയ്യുന്നത് കേരളത്തിലെ 13 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് അതിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണിത്. എന്തിനാണ് ഇവരുടെ സിൻഡിക്കേറ്റിൽ തന്നെ അയക്കുന്നത്? പൊളിറ്റിക്കലി ഓവർടോണുള്ള അവരുടെ നേതാക്കന്മാരെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സായിട്ട് അയക്കുന്നത്. സിൻഡിക്കേറ്റ് മെമ്പേഴ്സായിട്ട് അയക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകൾ, അതുമായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും അവർ അമാസ് ചെയ്യുന്നതിന് വേണ്ടി. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ് ജസ്റ്റിസ്. നിങ്ങൾ ജസ്റ്റിസ് ഇവിടെ ഇടതുപക്ഷക്കാർക്ക് മാത്രം കൊടുത്താൽ മതിയാ, അതിനാണ് അവർ ശ്രമിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇൻജസ്റ്റിസും പാർട്ടിക്കാർക്ക്
ജസ്റ്റിസും കൊടുക്കുക. റിസോഴ്സ് റോബ് ചെയ്യണമെങ്കിലോ അതും പാർട്ടിക്കാർ റോബ് ചെയ്യുക, മറ്റുള്ളവർ മാറി നിൽക്കുക. അതായത് ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈക്വൽ ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ള കോൺസെപ്റ്റ് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി ഇവർ എന്താ ചെയ്യേണ്ടത്? അത് പിന്നെ കുരുതി കൊടുക്കുകയല്ലേ ചെയ്യണത്. അതുകൊണ്ട് സഫർ ചെയ്യുന്നവരെ ഈ പറഞ്ഞ 1,30,000 കുട്ടികളും 5,000-ഓളം അധ്യാപകരും ആ സമൂഹം സഫർ ചെയ്യുന്നു. അതുമാത്രം ഇന്നത്തൊക്കെ അടി പിടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര പേർക്ക് പിന്നെ ഇഞ്ചുറീസ് വന്ന് കാണും. റോഡിലുള്ള യാത്ര ചെയ്യുന്നവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് വന്ന് കാണും. പാരാലിസിസ് അല്ലേ? ഇത് അനുവദിക്കാവുന്നതാണോ? ഇത് ഗവൺമെൻറ് തന്നെയാണ് ഇതിൻ്റെ പ്രൈം കൾപ്രിറ്റ്. ഞാൻ പറയാൻ വേണ്ടി എങ്ങനെ നമുക്ക് വൈസ് ചാൻസലറെ കുറ്റം പറയാൻ പറ്റും? ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ വേറൊരു യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന മനുഷ്യനോട് അഡീഷണൽ ആയിട്ടുള്ള മുൾക്കിരീടം തലയിൽ വെച്ച് കൊടുത്തു. വൈസ് ചാൻസലർക്ക് ചെയ്യാവുന്നത് ഈ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ പവറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വൈസ് ചാൻസലർക്ക് ചെയ്യാവുന്നത് ഹീ ക്യാൻ ആക്ട് ഓൺലി ഇൻ അക്കോർഡൻസ് വിത്ത് ആക്ട് ആൻഡ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദ യൂണിവേഴ്സിറ്റി. മാറി ചെയ്താൽ അങ്ങേര് പിടിവീഴും. എന്തിനാണ് സിൻഡിക്കേറ്റ് ഇതൊക്കെ ചെയ്യണത്? ബലം ഉപയോഗിച്ച്, മസിൽ പവർ ഉപയോഗിച്ചിട്ട് അവർ പറയുന്ന പേപ്പറിൽ ഒപ്പിടിക്കുക. അതാണ് അവർ ചെയ്തത്. ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ദി ഡിഫറെന്റ്. ഡോക്ടർ അബ്ദുൽ സലാം, ചുരുക്കത്തിൽ ഇവർക്ക് കൈയിട്ട് വാരാനുള്ള എല്ലാ അവസരവും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വന്നതിന് ശേഷം ഇല്ലാതായി. അതിലുള്ള ആ ഒരു ചുരുക്ക് കൂടിയായിരിക്കില്ലേ ഈ സംഘർഷത്തിലേക്ക് നയിച്ചത്? അത് തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനി മോഹനൻ കുന്നുമ്മലിനെ മാറ്റി വേറൊരാളെ വെച്ചു എന്ന് വിചാരിക്കുള്ളൂ. ഈ സിൻഡിക്കേറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിയമം എന്താണെന്ന് അറിയാൻ മേലാത്ത സിൻഡിക്കേറ്റ്, അവർക്കറിയാമോ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെ പവേഴ്സ് എന്താണെന്ന്? അനിൽജി ഒന്ന് പഠിച്ചു നോക്കൂ. ഞാൻ പറയാം. സിൻഡിക്കേറ്റ് ഹാസ് പവേഴ്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഇൻ സെഷൻ എന്ന് പറയാൻ എന്നതാ? നമ്മുടെ വൈസ് ചാൻസലർ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കണം. വരുന്ന 30-ാം തീയതി 10 മണിക്ക് സിൻഡിക്കേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 10 മണി മുതൽ അവസാനിക്കുന്നവരെ സിൻഡിക്കേറ്റിന് പവറുള്ളൂ. ഒരു ഇൻഡിവിജ്വൽ സിൻഡിക്കേറ്റിനോ 15 പേര് ഒന്നിച്ചിരുന്നാൽ അവർക്ക് ഒരു പവറും ഇല്ല, ജസ്റ്റ് ലൈക്ക് ഓർഡിനറി പേഴ്സൺസ്. പക്ഷേ ഇവരൊക്കെ വിചാരിച്ചിരിക്കണം ഞങ്ങളെല്ലാം മന്ത്രിമാരെ പോലെ പവേഴ്സ് ഉള്ളവരാണ്, ഞങ്ങൾക്ക് എന്ത് ഭരണവും ചെയ്യാൻ പറ്റും. ഇവർ സീറോ ആണെന്നുള്ളത് ആക്ട് വായിച്ചാൽ മനസ്സിലാവും. ആ കസേര കയറിയ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. അവിടെ കയറി ഇരുന്നാൽ 10 മുതൽ 2 മണി വരെയാണ്. അപ്പോഴേ ഉള്ള പവർ 1. ഇനി എന്തായി പവറെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫയൽ വരണം, VC അനുവദിച്ചൊരു ഫയൽ വരണം. ഇവർ കൊടുത്തിട്ടുള്ള ഇന്നാർക്ക് പ്രൊമോഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം. അവിടെ വന്ന് ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്തിട്ട് അവർ വോട്ടിനിടണം. വോട്ടിനിട്ടിട്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാവും. ഈക്വലായിട്ട് വരികയാണെങ്കിൽ VCക്ക് കാസ്റ്റിംഗ് ഔട്ട് ചെയ്യാം. അങ്ങനെ അത് പാസ്സാക്കാനേ ഉള്ളൂ. ഇവിടെ അതാണ് അവർ ചെയ്യുന്നത്. അവരോരുത്തരുടെ തോളിയിട്ടുകൊണ്ട് ചെല്ലും, എവനെ ട്രാൻസ്ഫർ കൊടുക്കും, എവനെ ഇന്നടത്ത് പോസ്റ്റ് ചെയ്യൂ, എവനെ ഇന്ന അപ്പോയിൻമെൻറ്റ് കൊടുക്കൂ. ഇവരുടെ പാർട്ടിക്കാർക്ക് ഗുണമുള്ളതെല്ലാം ചെയ്യിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ ഇത്തിരി ചങ്കൂറ്റം കുറഞ്ഞൊരു വ്യക്തിയെ പാവയെ പോലെ ഇട്ട് വട്ടം കറക്കുന്ന പരിപാടിയാണ് ഈ വൈസ് ചാൻസലർ കസേര. കേരളത്തിൽ മാത്രം. അതിൽ പിന്നെ അപൂർവമായിട്ട് ചിലരെങ്കിലും മാറി ചിന്തിക്കുകയാണെങ്കിൽ അവർ കൊന്നിരിക്കും, അല്ലെങ്കിൽ നേരത്തെ അവർ പറഞ്ഞു വിട്ടിരിക്കും. ഇറ്റ്സ് വെരി ഹൊറിബിൾ. എനിക്ക് സങ്കടം തോന്നുന്നു. കേരളത്തിൽ 13 കസേരകൾ ഒഴിച്ചു കിടക്കുകയാണ്, 13 വൈസ് ചാൻസലർമാർ ഒഴിച്ചു കിടക്കുകയാണ്. അവിടെ ഈ ഒരു കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കയറാൻ സാധാരണ ഉള്ളൊരു അക്കാഡമിക് എക്സ്പെർട്ടും തയ്യാറാവത്തില്ല. കാര്യം അവന് ടെൻഷൻ കൂടും, അവന് BP കൂടും, അവന് ഡയബറ്റിക് കൂടും, അവൻ്റെ സിസ്റ്റം ഡിസോർഡർ വരും. അവൻ നേരത്തെ തന്നെ ഇവിടെ നിന്ന് പോകും. അതുകൊണ്ട് കേരള ഈസ് നമ്പർ 1 ഫോർ വാട്ട്? ഫോർ ക്രിയേറ്റിംഗ് അക്കാഡമിക് അനാർക്കി ആൻഡ് ടേക്കിംഗ് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഷ്ടം. ആർക്ക് കഷ്ടം? പാവം കുട്ടികൾക്ക് കഷ്ടം. എന്തായാലും സർവകലാശാല ഭരണം ഇപ്പോൾ സ്തംഭനാവസ്ഥയിൽ ആണ്.